ஆரம்பிக்கலாங்களா? टाइगर का हुक्म। ടൈമായി. ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ക്രൂവൽ കോൾ ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ KGF വീണ്ടെടുക്കാം. ധോണി കൊതിയ വാപിടിച്ചിരിക്കുന്നോ? എടാ മക്കളെ, ഇന്നൊരു പ്രത്യേക ഭക്ഷണ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കഴിച്ചിരിക്കില്ല. അവനൊറ്റ കഴിച്ചിട്ട് പോയല്ലോ. നീ മാത്രം കഴിച്ചാൽ മതിയോടാ, മറ്റോട് കഴിക്കണ്ടേ? അവിടെ കൂടെ എന്താടിപ്പിക്ക് ജോണിയോട് പേടിയാണോ? എല്ലടി മാഫിയോ? മണല് മണല് ഇവിടെ മണല് മാഫിയയില്ലേ? അങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്. ഏത് വഴി പോയാ എവിടെ എത്തുമെന്ന് ആർക്കറിയാം? എങ്ങോട്ടേ കാണാവൂ? ഓഹോ, ഞാൻ സഹായിക്കാം. പോട്ട് പോവാന്നേ, ഇവിടെ മൊത്തം പൊട്ടി തകരാൻ പോവാണോ? പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാം. അയ്യോ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ പന്നി. ഇങ്ങോട്ട് നടക്കടാ, നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടൂല്ലടാ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. നിന്നെ ഞാനിന്ന് കൊല്ലൂടാ കുരുത്തം കെട്ടവന്. നിന്നെ ജീവനോട് എന്റെ പിള്ളേരെ തൊടുവാടാ. ഈ പൂഴിമണ്ണിലാണോ വീട്? അപ്പൊ എല്ലാം ആലോചിച്ചു. മോനെ, വീട് ആയുസ്സിലൊരിക്കലേ ഉണ്ടാകൂ. വിശ്വസിക്കൂ, വീട് ഉറപ്പിൽ തന്നെ പണിയും. വീട് ഒരിക്കൽ മാത്രം, ഇതിൽ മുഴുകും ഞാൻ. മോഹസങ്കല്പം പോലെ ബലത്തിൽ ഉയരുമെൻ വീട്. അൾട്രാടെക് മാത്രം അയച്ചാൽ മതി. അൾട്രാടെക് തന്നെ എന്തുകൊണ്ടാ? പപ്പ തന്നെ പറയാറില്ലേ, വീട് വെക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമെന്ന്. വീടൊന്ന്, അവസരമൊന്ന്. അതുകൊണ്ട് സിമന്റും രാജ്യത്തെ 1-ാം നമ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ, ഡബിൾ ഓക്കെ, പോരട്ടെ. താൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. രക്ഷപ്പെട്ടു, പ്രശ്നമില്ലല്ലേ? കൊച്ചിനകത്ത് ഏതാ ഇഷ്ടം? മെട്രോ ആണോ, എയർപ്ലെയിൻ ആണോ, ഷിപ്പാണോ, ഓട്ടോയാണോ, കാറാണോ? പിന്നെ സർ സിപിയുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ. സ്വപ്പം മ്യൂസിക് കേൾക്കാം. രക്ഷിക്കളെ, എന്റെ കാൽ തല്ലി ഒടിക്കാൻ കൊണ്ടുപോവാളെ ഇവന്മാരെ. ഓടി വായോ, എന്റെ കാല് തല്ലി ഒടിച്ച് കൊക്കെ തട്ടാൻ ഇവന്മാര് പ്ലാൻ ഇടുന്നേ.
എനിക്കൊരു ഇഷ്ടപ്രകാരമാണ് പട്ടാളക്കാരനായിട്ട് വേഷം ഇട്ടത്. സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ ദേണ്ടത് ആ പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ജില്ലാ സമ്മേളനം, ഒരു യുദ്ധത്തിനുള്ള ആൾക്കാരുണ്ട്. ചെസ് നമ്പർ വിളിച്ച് ആളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ടീച്ചർ തള്ളി വിടണം, തള്ളി വിട്ടിട്ടുണ്ട്. ദൈവത മന്ദം മന്ദം നടന്ന് ആ വരയിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. നിധി എന്തായാലും വളരെ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ കൊല്ലേ ഫാൻസി ഡ്രസ്സിൻ്റെ മത്സരത്തിന് പോയപ്പം ഉദ്ഘാടനം ചെയ്യാൻ വന്ന അച്ഛൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ആ സ്റ്റേജിലേക്ക് ചെരുപ്പ് വലിച്ചെറിഞ്ഞ് കലിപ്പിച്ചവനാണ് ഈ കുണുങ്ങി തൂക്കം പിടിച്ച് വന്ന് നിൽക്കുന്നത്. ആ ശാന്തത കണ്ടപ്പോൾ തന്നെ നിധിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയൊരു സല്യൂട്ടും ഡയലോഗും ഉണ്ട്. സംഭവമൊക്കെ കയ്യിൽ നിന്ന് പോയേക്കുവാണ്. ടീച്ചർ വന്ന് നിർബന്ധിച്ചപ്പം സല്യൂട്ട് വന്നിട്ടുണ്ട്. അതും ഇടം കൈയിലാണ് സല്യൂട്ട് അടിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് ചിരിച്ച് നിൽക്കുകയാണ്. ഇനി ഡയലോഗൊന്നുമില്ല. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സ്റ്റേജിൽ ഇറങ്ങും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്തായാലും എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ പണ്ട് തകർത്ത് അഭിനയിച്ചെന്ന് വിശ്വസിച്ചിരുന്ന കുഷ്ഠരോഗിയുടെയും ഭിക്ഷക്കാരനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു എൻ്റെ മകൻ്റെ പ്രകടനം എന്നുള്ളതാണ്. പ്രൈമറിയിൽ അവരെവിടെയാ പോയേ ആ സിനിമയില്? ഹൈദരാബാദിലോ? സ്റ്റാർട്ട്. ഹായ്